പ്രവർത്തനങ്ങളിൽ സജീവമായതാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി വന്നതാണ്. ജില്ലാ കമ്മിറ്റി അംഗമായി മാറിയതാണ്. അതിനുശേഷം ജില്ലാ കമ്മിറ്റി മെമ്പറായതിന് ശേഷം അദ്ദേഹം പുതിയ ചില വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിക്കുകയുണ്ടായി. അതാണ് അദ്ദേഹം ഇപ്പോ പുതുതായിട്ട് നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചൊരു വിഷയം. പയ്യന്നൂരിലെ ഒരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം പയ്യന്നൂർ MLA സഖാവ് ടി.ഐ. മധുസൂദനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ടി.ഐ. മധുസൂദൻ ആ ബാങ്കിന്റെ പ്രസിഡന്റ് അല്ല. സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ വളരെ ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നതിന് പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. എല്ലാ സഹകരണ സ്ഥാപനങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്കൊരു സബ് കമ്മിറ്റി ഉണ്ട്. ഭരണസമിതി അംഗങ്ങളും പാർട്ടി നേതാക്കളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി. ആ സബ് കമ്മിറ്റിയുടെ കൺവീനറും ടി.ഐ. മധുസൂദനല്ല. ബാങ്കിന്റെ പ്രസിഡന്റ് അല്ല, വൈസ് പ്രസിഡന്റ് അല്ല, ആ ഭരണസമിതിയിലെ അംഗമല്ല. ബാങ്കിന്റെ സബ് കമ്മിറ്റിയുടെ കൺവീനറും ടി.ഐ. മധുസൂദനല്ല. അപ്പൊ ബാങ്ക് ഭരണസമിതി തീരുമാനപ്രകാരം ഈ സബ് കമ്മിറ്റി, പാർട്ടിയുടെ സബ് കമ്മിറ്റി തന്നെ പരിശോധിച്ചുകൊണ്ട് പാർട്ടി സബ് കമ്മിറ്റി അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ വകുപ്പ് തലത്തില് അനുമതി തേടി നിയമപരമായി വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സഹകരണ സ്ഥാപനം ഭൂമി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോ ഇതുമായി ഇതിന്റെ ചുമതലകളിലൊന്നും ഇല്ലാത്ത ടി.ഐ. മധുസൂദനെ എന്തിനാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്? അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു കാര്യം, സഖാവ് ഇ.പിക്ക് വേണ്ടി ടി.ഐ. മധുസൂദനും മുഖാന്തരം ഒരു ജ്യോത്സ്യൻ മുഖാന്തരം അമിത്ഷായെ ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഇതാണ് മറ്റൊരു ആക്ഷേപം. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. എന്തെങ്കിലും വിവരം നൽകാനുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അത് ഞാൻ അവിടുന്ന് ഇവിടുന്നും കേട്ട കാര്യങ്ങൾ അങ്ങ് കമ്മിറ്റിയിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എനിക്ക് മറ്റൊന്നും അറിയില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അപ്പോ രേഖ നൽകാൻ വേണ്ടി പറയുന്ന സമയത്ത് രേഖയല്ല അദ്ദേഹം നൽകിയത്. ഇപ്പോ ഈ സഹകരണ സ്ഥാപനം ഭൂമി എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഉന്നയിച്ച വിഷയവും ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു. ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചത് കൊണ്ടാണ് തനിക്കെതിരായിട്ട് നടപടി വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയല്ല ചെയ്തത്. ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുന്ന വിഷയം, തനിക്ക് വിയോജിപ്പുള്ള വിഷയം എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വരുന്നത്? ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും അതിന് പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും ഉന്നയിച്ച വിഷയം മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. എങ്ങനെ സംഭവിച്ചു? അപ്പൊ ചർച്ചയായതുകൊണ്ട് തന്നെ ഈ സംബന്ധിച്ച് പാർട്ടിക്ക് നിലപാട് വ്യക്തമാക്കണമായിരുന്നു. തെറ്റായ കാര്യമാണ്, ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് പാർട്ടി DC-യിൽ ഉന്നയിച്ചത്. പരിശോധിച്ചപ്പോൾ ഒരടിസ്ഥാനമില്ല. കമ്മീഷൻ വെച്ച് അന്വേഷിച്ചതാണ്, ഒരടിസ്ഥാനമില്ല. അപ്പൊ അടിസ്ഥാനമില്ലാത്ത കാര്യം ഉന്നയിച്ച് ആ ഉന്നയിച്ച വിഷയം മാധ്യമങ്ങളിൽ ചർച്ച ആക്കിയത് വഴി പാർട്ടിയുടെ യശസ്സിനെയാണ് അത് കളങ്കമേൽപ്പിച്ചിട്ടുള്ളത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടി നടപടിയിലെ രണ്ടാമത്തെ ഇനമായിട്ടുള്ള ശാസന എന്ന നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പക്ഷെ തെറ്റായ കാര്യങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാട് ശരിയല്ല എന്നതുകൊണ്ട് ശാസന എന്ന് പറയുന്ന നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തില് ഈ നടപടി വന്നപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ചാണ് എന്റെ പത്രക്കുറിപ്പിൽ അദ്ദേഹം നടപടി അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റി യോഗത്തില്
എല്ലാ അംഗങ്ങളും ശക്തമായ വിമർശനമാണ് അദ്ദേഹത്തിനെതിരായി ഉന്നയിച്ചത്. ആ ഘട്ടത്തിലാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് താൻ അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്താ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത്? വിഭാഗീയ ലക്ഷ്യങ്ങളോടെ ടി.എ. മസൂദനെ പൊതുമധ്യത്തിൽ താറടിക്കാൻ വേണ്ടി ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ് എന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റ് അംഗീകരിക്കലല്ലേ? അങ്ങനെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അംഗീകരിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ യോഗം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്തിരുന്നു. നേരത്തെ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, അന്നത്തെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി വാർത്ത ചോർച്ച സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. അത് സംബന്ധിച്ചും അന്വേഷിച്ചു. ഈ അന്വേഷിച്ചതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പാർട്ടി DC-യുടെ കയ്യിലുണ്ട്. കൃത്യമായ തെളിവുണ്ട്. വാർത്ത ചോർച്ച സംബന്ധിച്ച് ഊഹാപോഹമല്ല, കൃത്യമായ തെളിവുണ്ട്. ഇപ്പൊ ഞാൻ ഒരാളോട് ഒരു സംഗതി എനിക്കൊന്ന് വാട്സപ്പിൽ അയച്ചു തരണമെന്ന് പറയുകയാണ്. അങ്ങനെ അയച്ച സാധനത്തിന്റെ സ്ക്രീൻഷോട്ട് മാധ്യമങ്ങളിൽ വരികയാണ്. അതിന്റെ തെളിവ് പാർട്ടിയുടെ മുമ്പിൽ വരികയാണ്. അപ്പൊ എന്താ അനുമാനിക്കുക? ഞാനാണ് എന്റെ ഫോണിലാണ് അയച്ചതെങ്കിൽ ആ സ്ക്രീൻഷോട്ട് പുറത്തു വന്നാൽ അതിന്റെ ഉത്തരവാദി ആരായിരിക്കും? എന്തായാലും പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് താഴോട്ടേക്ക് പറഞ്ഞില്ല. കാരണം ഞങ്ങൾ കണ്ടത് ഇത് വളരെ നേരത്തെ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ സംബന്ധിച്ച് വിവിധ തലങ്ങളിലുള്ള സഖാക്കളുടെ മൊഴിയും മറ്റും ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ ഇത് അംഗീകരിക്കുന്നതിന് പുറമെ ജില്ലാ കമ്മിറ്റി ഇത് അംഗീകരിച്ചതാണ് ആ റിപ്പോർട്ട്. ഏരിയ കമ്മിറ്റിയിൽ കൂടി പറയുക. താഴോട്ടേക്ക് നേരത്തെ കഴിഞ്ഞ കാര്യമായതുകൊണ്ട് തുടർന്ന് പറയേണ്ട, അതിന്റെ പേരെ മറ്റു നടപടി സ്വീകരിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഇപ്പോഴും പറയുന്നത്? ഇക്കാര്യം വി കുഞ്ഞികൃഷ്ണനാണ് ഇപ്പൊ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നും അത് പാർട്ടി DC അംഗീകരിച്ചിരുന്നുവെന്നും അത് ഏരിയ കമ്മിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും വി കുഞ്ഞികൃഷ്ണനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, താൻ നാളിതുവരെ വാർത്ത ചോർത്തിയിട്ടില്ല. നാളിതുവരെ ചോർത്തിയിട്ടില്ല എന്ന് പറയുന്നതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, ഒരു കോമയിട്ടിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ല, ഈയിടെ അല്ലേ, നിങ്ങൾ കേട്ടില്ലേ? ഈയിടെ അല്ല, കുറച്ച് മുമ്പേ വരെ. ഈയിടെ അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അപ്പൊ അദ്ദേഹം വാർത്ത ചോർത്താൻ വേണ്ടി തുടങ്ങിയ എപ്പം മുതലാ? അതൊരു കുറ്റസമ്മതമല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിക്കുക, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു സഖാവ്, നിങ്ങൾ തന്നെ ഒരു പുതിയ പ്രതിബിംബം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് വാർത്ത ചോർത്തുകയായിരുന്നു എന്ന് ഏറ്റുപറയുകയല്ലേ ചെയ്തത്. പാർട്ടിക്കകത്ത് നിന്ന് അങ്ങനെ ഒരു പണി ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പദത്തിന്റെ പരിസരത്ത് പോയ ഒരു മനുഷ്യന് കഴിയുമോ? ഇപ്പൊ വാർത്ത ചോർത്താൻ വേണ്ടി തുടങ്ങിയോടുകൂടി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറി. അപ്പൊ അങ്ങേയറ്റ തെറ്റായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഇപ്പൊ ഈ സംഭവം കഴിഞ്ഞിട്ട് തന്നെ 6 മാസം പിന്നിട്ടു.